നമസ്കാരം. ഈ കർക്കിടക മാസത്തിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാമോ എന്നുള്ളതാണ് ഒരു ചോദ്യമാണ്. കാരണം കർക്കിടക മാസം ആയിക്കഴിഞ്ഞാൽ മലയാളികളുടെ മനസ്സിൽ ഈ കർക്കിടക മാസം ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള ഒരു ചിന്തയുണ്ട്. തീർച്ചയായിട്ടും കർക്കിടക മാസത്തിൽ ജ്യോതിഷപരമായി തന്നെ ചിന്തിച്ചാൽ തന്നെ മുഹൂർത്ത വിഷയത്തിലേക്ക് വിവാഹാദി മംഗളകാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാറില്ല. അതിന് ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചിട്ടുണ്ട്. മുഹൂർത്ത വിഷയത്തിൽ തന്നെ പറയുന്നുണ്ട്, കർക്കിടക മാസത്തിൽ ഗൃഹപ്രവേശനം, ഗൃഹ ആരംഭം, വിവാഹാദി മുഹൂർത്തങ്ങൾ, ഉപനയനാദികൾ, ഉപനയനം പൊതുവെ ദക്ഷിണായനത്തിനുമില്ല, അങ്ങനെ ഒരുപാട് മുഹൂർത്തങ്ങളെ വർജിച്ച് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊരു പ്രാഥമിക തലത്തിലാണ് പറയുന്നത്, വലിയൊരു തലത്തിലേക്ക് ശാസ്ത്രീയ വീക്ഷണത്തിലേക്ക് നീങ്ങുന്നില്ല. നമുക്കേവർക്കും ലളിതമായി മനസ്സിലാകുന്ന ഒരു രീതിയിലാണ്. ഈ കർക്കിടക മാസത്തിൽ ഈ ജ്യോതിഷപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ 6 രാശികൾ സൂര്യരാശികളും 6 രാശികൾ ചന്ദ്രരാശികളുമാണ്. ഈ 6 ചന്ദ്രരാശികൾ കർക്കിടക മാസത്തോടു കൂടി തീരുകയാണ്. സൂര്യ സംക്രമണം കർക്കിടക രാശിയിലെത്തുന്നു, കർക്കിടക മാസത്തിലേക്ക് എത്തുന്നു. ആ മാസം മുഴുവനും തീർന്നു കഴിഞ്ഞാൽ ചന്ദ്രരാശികൾ 6 തീരുകയാണ്. അതിൻ്റെ അവസാനമാണ്. അങ്ങനെ നാമജപത്തോടു കൂടി സത്പ്രവൃത്തികൾ ചെയ്ത് മനസ്സിനെ ശീലിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, മനസ്സിനെ നാം നമ്മുടെ വരുതിയിൽ കൊണ്ടുവരുവാനായിട്ട് വ്രതാദികൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതായതിനാൽ കർക്കിടക മാസത്തിന് അത്ര ഒരു ഇമ്പോർട്ടൻസ് വന്നു. കാരണം മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുകയാണ്. ചന്ദ്രൻ പൊതുവേ മാമനസോ ജാതഹ എന്ന് പറഞ്ഞു. ചന്ദ്രൻ മനസ്സിൻ്റെ കാരകത്വം വഹിക്കുന്നു. അങ്ങനെ ആ ചന്ദ്രരാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ അത്യധികം പ്രാധാന്യത്തോടു കൂടി ആത്മീയ ചിന്തകൾ വളർത്തി കൂടുതൽ നാമജപങ്ങളോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടും ആ കാലഘട്ടം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ തന്നെ കൊള്ളത്തില്ല. ഇനി എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയാണോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഇന്ന് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നു, അത് കണ്ടിന്യൂ ചെയ്യുന്നു, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല. പുതിയ സംരംഭങ്ങൾ നാം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോജക്റ്റിലേക്കായിക്കൊണ്ട് പ്രാഥമിക തലത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു വയ്ക്കാം, അതിന് സ്റ്റോപ്പില്ല. ഈ കണ്ടിന്യൂസ് ആയിട്ട് നാം ചെയ്യുന്ന പ്രവൃത്തി, നിത്യം നാം ചെയ്തു വരുന്ന പ്രവൃത്തികൾക്കൊന്നും തന്നെ ഒരു വിലക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഇന്നൊരു ചെറിയ കാര്യം ചെയ്യണമെങ്കിൽ പോലും ചിന്തിക്കുകയാണ്, ജ്യോത്സ്യൻ്റെ അടുത്ത് ചോദ്യം പോവുകയാണ്, ഇത് എനിക്ക് ഈ മാസത്തിൽ ചെയ്യാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ 30 ദിവസം ചെയ്യാതെ ഇരിക്കണോ എന്നുള്ള ഒരു സംശയമുണ്ട്. അങ്ങനെയില്ല. വിവാഹാദി മംഗളകാര്യങ്ങളിലേക്കായിക്കൊണ്ട് നമുക്ക് ഒരുപാട് പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഒരു പ്രോജക്റ്റിന് പ്രിപ്പറേഷൻ ആവശ്യമാണ്. ആ പ്രിപ്പറേഷനുകളെല്ലാം തന്നെ ചെയ്യാം എന്നുള്ളത് ഏവരും മനസ്സിലാക്കുമല്ലോ. ഇനി ഈ മാസത്തിൽ നാം ചെയ്യേണ്ട ഏറ്റവും വലിയ സത്പ്രവൃത്തി 10 മിനിറ്റെങ്കിലും നാമജപം, ആ ഒരു ശീലത്തിലേക്ക് നാം നീങ്ങുക. കാരണം ഇനി രക്ഷയില്ല. ടെക്നോളജിയാണ് മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്ന തലത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. നമുക്കറിയില്ല നാം എന്താണ് ചെയ്യുന്നത്. രാവിലെ രാത്രി കുറഞ്ഞതൊരു 100-200 റീൽസെങ്കിലും കണ്ട് നമ്മുടെ സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇതിൽ പെടും. അതുകൊണ്ട് 10 മിനിറ്റെങ്കിലും ശ്രീരാമ ജയരാമ ജയ ജയ രാമ, അല്ലെങ്കിൽ ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം, അല്ലെങ്കിൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നീ ശ്ലോകങ്ങൾ ജപിക്കുക. നമസ്കാരം.